കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ കൂടെ സേവനം ചെയ്യുന്ന റാഷിദ് തക്കാഫിയും കൂടിയിട്ട് നാട്ടിൽ നടക്കാനിറങ്ങി. ഇടയ്ക്കൊക്കെ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് നടക്കാനിറങ്ങും, നാട്ടുകാരുമായിട്ട് സൗഹൃദം പറയും, നാടിൻ്റെ അവസ്ഥകളെ നേരിട്ട് കാണാനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു യാത്ര, ഒരു നടത്തം. മഴയൊന്നുമില്ലാത്ത ഒരു അന്തരീക്ഷമായതുകൊണ്ട് കുടയൊന്നും കയ്യിൽ കരുതിയില്ല. പെട്ടെന്ന് മാനം ഇരുണ്ട് മഴയങ്ങ് പെയ്തു. തിരിച്ചും പള്ളിയിലേക്ക് എത്താനുള്ള ഒരു സമയമൊന്നുമില്ല. അല്പം ദൂരത്ത് തന്നെയാണ് ഞങ്ങളുള്ളത്. തൊട്ടടുത്ത് കാണുന്ന വീട്ടിലേക്ക് ഓടിക്കയറി. ഖാലിദ് ഹാജിയുടെ വീടാണ്. സിറ്റൗട്ടിൽ അങ്ങനെ അദ്ദേഹം ഇരുന്ന് വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഓടിക്കയറുന്നത്. അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ അതിഥികളുടെ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങളെ സ്വീകരിച്ച് ചായ എടുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഭാര്യ സ്വീനുമ്മയോട് പറഞ്ഞു. അവരെ ഞങ്ങൾക്കുള്ള ചായയും ഒരു തരം വിഭവവും കൊടുത്തയച്ചു. ഞങ്ങളതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത പ്ലേറ്റിൽ അടുത്ത വിഭവമായിട്ട് വന്നു. ഹാജിയാർ അത് വാങ്ങി ഞങ്ങളെ മുന്നിൽ വെച്ച് വന്നു. ഞങ്ങൾ വീണ്ടും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത പ്ലേറ്റിൽ മറ്റൊരു വിഭവമായിട്ട് വന്നു. ഞങ്ങളതൊക്കെ സന്തോഷത്തോടെ കഴിച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ദുആ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഈ ഒരു സൽക്കാരത്തെ ഞാനിവിടെ പറയാനുള്ള കാരണം, അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത് വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ഹദീസുണ്ട്. ഒരു വീട്ടിലേക്ക് ഒരു അതിഥി കയറി വരുമ്പോൾ ആ അതിഥികളോട് കൂടെ 1000 റഹ്മത്തും 1000 ബറക്കത്തൊക്കെ ആ വീട്ടിലേക്ക് കയറി വരും. ആ അതിഥികളെ സന്തോഷത്തോടെ ആ കുടുംബം സ്വീകരിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ ദോഷങ്ങൾ കടലിലെ വെള്ളം പോലെ ഒരുപാട് പാപങ്ങൾ അവർക്കുണ്ടെങ്കിലും ആ ചെറുദോഷങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. ആ അതിഥികളെ സൽക്കരിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ കഴിക്കുന്ന ഓരോ ഉരുള ഭക്ഷണത്തിനും അള്ളാഹു ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലം കൊടുക്കും. അവർക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിൽ അള്ളാഹു ഒരു പട്ടണം തന്നെ പണിതു കൊടുക്കും. എന്ന് പറഞ്ഞാൽ അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് വിധങ്ങൾ തുടർന്ന് പറയുന്നുണ്ട്. അതിഥികളെ ഒരാൾ സൽക്കരിക്കുമ്പോൾ 60 നബിമാരെ സൽക്കരിച്ചതിൻ്റെ സ്ഥാനത്ത് അള്ളാഹു അതിനെ പരിഗണിക്കുമെന്ന്. ആതിഥേയരായിട്ട് അതിഥികളെ സൽക്കരിച്ച് സന്തോഷിപ്പിച്ച് അവർക്ക് അന്നം കൊടുത്ത് അവരെ ആഹ്ലാദത്തിലാക്കുക എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും പുണ്യങ്ങളെ വാരിക്കൂട്ടാനുള്ള ഒരു പ്രവർത്തനമാണെന്ന് മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഒരു വേള ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അവിടത്തേക്ക് ഖലീൽ എന്ന വലിയ പദവി ലഭിച്ചതെന്ന്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ആ 3 കാര്യങ്ങളിൽ ഒന്ന്, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ എൻ്റെ കൂടെ ഒരു അതിഥിയും കൂടെ ഉണ്ടാകും എന്നതാണ്. അപ്പോൾ അതിഥികളെ സൽക്കരിച്ചുകൊണ്ടാണ് മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീൽ എന്ന് പറയുന്ന വലിയൊരു സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ കൂടുതൽ അതിഥികളെ സൽക്കരിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരെ സന്തോഷിപ്പിക്കാനും നമ്മൾ ഉത്സുകരാകണം, നമ്മൾ ഉത്സാഹിക്കണം എന്നുള്ളത് നബി തങ്ങളെ നമ്മളോട് പറഞ്ഞു തരാണ്. അതിഥികളെ സൽക്കരിക്കുന്നവരിലെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞതിനർത്ഥം അതിഥികളെ ഭക്ഷണം വീണ്ടും വീണ്ടും വിട്ടുകൊടുത്ത് അവരൊരുപാട് പ്രയാസപ്പെടുത്തി മതി എന്ന് പറഞ്ഞിട്ടും വീണ്ടും വിട്ട് അവസാനം കഴിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന അവസ്ഥകളിലേക്ക് അവരെത്തിക്കണം എന്നല്ല. അതേസമയത്ത് അവരുടെ മുന്നിലെ ഭക്ഷണങ്ങൾ വെച്ച് തിന്നുന്നതിലാണ് നമ്മുടെ സന്തോഷം എന്നവരെ ബോധ്യപ്പെടുത്തുമാർ പ്രസന്നമായ വദനത്തോടുകൂടെ അവരോട് സംസാരിക്കുക, അതിനു വേണ്ടിയിട്ട് അവരെ പ്രചോദിപ്പിക്കുക. അപ്പോൾ അവർ സന്തോഷത്തോടെ ആവശ്യമായതിട്ട് കഴിക്കുന്നൊരു സാഹചര്യം, അല്ലാതെ അവർ പ്രയാസപ്പെടുത്തി തീറ്റിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാതെയും നമ്മൾ ശ്രദ്ധിക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു.